നമസ്കാരം. 5ഓളം കുടുംബങ്ങൾക്ക് യാത്രാ അനുമതി അല്ലെങ്കിൽ യാത്രാ സൗകര്യം നിഷേധിച്ചിരിക്കുകയാണ് മഹിളറ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. മതരാഷ്ട്രീയ സംഘടനകൾക്കെതിരെ സാധാരണക്കാരൻ ശബ്ദമുയർത്തിയാൽ നിയമ നടപടികൾ സ്വീകരിച്ചാൽ എന്നാൽ അവർക്ക് നീതി കിട്ടാറില്ല. അതിനുദാഹരണമാണ് മഹിളറയ്ക്ക് പിന്നിൽ താമസിക്കുന്ന 5ഓളം കുടുംബങ്ങളുടെ അവസ്ഥ. വാഹനമായിട്ട് പോകാൻ പാടില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പ്രിൻസിപ്പൾ അടുത്ത് ചോദിച്ചു നോക്കി. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇതാക്കും. നിങ്ങൾ ചോദിച്ചു നോക്കിയാളി, പ്രിൻസിപ്പൾ അടുത്ത് ചോദിച്ചു നോക്കിയാളി. മണവർക്കാർ ഇവിടെ വന്ന ഉടനെ ഓല് പറഞ്ഞിനിയത് ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് അതിന് പറഞ്ഞിന്. ഓൽക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. വഴി ഒരു ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് ഇനി വഴി ഉണ്ടായിനി. ഇതിലും കൂടി താഴോട്ട് ഇറങ്ങാൻ ഒരു വഴി ഉണ്ടായിനി. അത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു വഴിയൊക്കെ വെട്ടി അടിച്ചിപ്പോൾ ഞങ്ങളതിൽ വഴി അടക്കണതും വഴി തരാത്ത നിലയിലാണ് ഇപ്പോൾ ഞങ്ങളോട് ചെയ്യുന്നത്. അസുഖം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വെച്ചാൽ എൻ്റെ കാല് വീണ് പൊട്ടീനി. എൻ്റെ അടുത്ത് ഇവിടെ പൊട്ടിയിട്ട് ഓപ്പറേഷൻ ഇത് പൊട്ടിയിട്ട് അന്നൊക്കെ വണ്ടി മുകളിൽ കൊണ്ടുവന്നിട്ട് എന്നെ എടുത്ത് കൊണ്ടുപോയില്ല. ഇനി എടുത്തുകൊണ്ടുപോയിട്ടാണ് കോളേജിൽ കൊണ്ടുപോയി. ഇനി അങ്ങനെ എന്താ അച്ഛന് വയ്യ സുഖമില്ലാതെയായിട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ടായതാണ്. അന്ന് ഇപ്പോഴും അതേ തന്നെ സുഖമില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടക്കാൻ കഴിയില്ല. ഗേറ്റ് വാട് പൂട്ടിയിടും. പിന്നെ ഇവിടുന്ന് എനിക്ക് പോകണം. ഇവിടുന്ന് എനിക്കിപ്പോൾ മേലോട്ട് കയറുന്നതിൽ ഒരാൾ പിടിക്കണം. ഇവിടെ ഞാൻ വടി കുത്തിയിട്ടാണ് നടക്കുന്നത്. പിന്നെ മരുന്നിനൊക്കെ പോകണേ ഒരാളില്ലാതെ എനിക്ക് പോകാൻ കഴിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. പിന്നെ എൻ്റെ മോന് വയ്യാതെയായിട്ടും അതുപോലെ തന്നെ ഓൽക്ക് കൊണ്ടുപോകണേ ഓൽക്ക് ഇഷ്ടമല്ല. അതിൽ കൊണ്ടുപോകണ ഇഷ്ടമല്ല. ഓൽക്ക് എഴുതി കൊടുക്കണോ. പിന്നെ അങ്ങനെ ഇനി ഓല് പറയൽ അല്ലേ ഞങ്ങളതിൽ പോവല്ലേ. ഇനി പോകാതെയാണ് നിൽക്കൽ. എന്തിലെ മേലോട്ട് കയറും. എല്ലാവരും കൂടി കൂടി കഴിഞ്ഞ് പിടിച്ചിട്ടൊക്കെ കസാലയിലെടുത്തിട്ടൊക്കെ കൊണ്ടുപോയിന്. അങ്ങനെയാണ് അന്ന് ചെയ്യൽ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ 5 കുടുംബങ്ങൾ താമസിക്കുന്ന വീടാണ്. പക്ഷേ ഈ മഹിളറ വന്ന് അവർ ഈ ബിൽഡിങ്ങും സ്കൂളും കോളേജും ബിൽഡിങ്ങും ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പിന്നെ ഉള്ള വഴിയും കൂടെ കൊട്ടിയടിച്ചപ്പോൾ ഞങ്ങൾ ആധാരത്തിൽ നിയമപ്രകാരമുള്ള പഞ്ചായത്ത് 5 വീടിന് പ്ലാൻ തന്നതായിരുന്നു. ആ വഴി കൂടെ നടക്കാനോ ഞങ്ങൾക്കൊരു വീട്ടിലേക്കൊരു മെറ്റീരിയൽ സാധനങ്ങളോ കൊണ്ടുവരാനോ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ആങ്ങളെ ക്യാൻസറായി മരിച്ചു പോകാനോ ആങ്ങളെ കൊണ്ടുപോകാനോ അമ്മക്ക് സുഖമില്ലാതെ പ്രായമുള്ള ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് പുറത്തിറങ്ങി പോകാനോ ഒരു വാഹനം വരാനോ ഒന്നിനും ഇവരെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾ സമ്മതിക്കില്ല. അഥവാ വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് വരിക, ഞങ്ങളെ റിലേറ്റീവ് കുടുംബക്കാരെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഇവർ ആരാണ്, എന്തിനാണ് പോകുന്നത്, എന്തിനാണ് വരുന്നത് എന്നുള്ള അവരുടെ ക്വസ്റ്റ്യന് മറുപടി പറഞ്ഞിട്ടേ അവർ ഗേറ്റ് തുറന്നു കൊടുക്കുള്ളൂ. അതിനെ ഒരു തുറന്നു കൊടുക്കില്ല. പിന്നെ ഒരു വാഹനം വരാനോ ഒരു എന്തെങ്കിലും വീട് പണിക്ക് മെറ്റീരിയൽ ഞാൻ എൻ്റെ വീട് പണിക്കൊക്കെ ഞാൻ ആ ഫൈബർ കോട്ടേജിൻ്റെ അവിടെ നിന്ന് സാധനം ഇറക്കിയിട്ടാണ് അത്രയും പഞ്ചായത്തിൽ നിന്ന് പൈസ ഇട്ടിട്ടും വീടുണ്ടാക്കിയത്. ഇത്ര പോലും വില പെർമിഷൻ ഇല്ലാതെ വില ഒരു സാധനം വീട്ടിലേക്ക് കൊണ്ടുവരാനോ സുഖമില്ലാതെ പുറത്തിറങ്ങാനോ ഒന്നും സമ്മതിക്കില്ല. ഞങ്ങൾക്കുള്ള വഴി കൊട്ടിയടച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ ഈ 5 കുടുംബങ്ങൾ ഒരു ജയിൽ താമസിക്കുന്നത് പോലെയാണ് ഞങ്ങളെ സ്ഥിതി. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനോ ഒന്നിനും വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോചനം എല്ലാവരും കൂടെ ചെയ്തു തരണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. എൻ്റെ പേര് ഷിയാബുദ്ദീൻ. ഇത് എൻ്റെ ഉപ്പയാണ്. ഇവിടെ താമസിച്ച് 25 കൊല്ലങ്ങളായി. വീട്ടിൽ 8 പേര് അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഈ മലറ കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാനോ അല്ല പുറത്ത് പോകാനോ ഉള്ളിൽ വരാനോ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കാരണം ഒന്നും ചെയ്യാനോ അല്ല ഒന്നും പറ്റുന്നില്ല. ഞങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും പുറത്തുനിന്ന് പോകാനോ അല്ല ഉള്ളോട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു പെർമിഷൻ ഇല്ലാതെ വരാനും പോകാനും പറ്റുന്നില്ല. അത് സ്കൂളിൻ്റെ പുറകുവശത്തുള്ള സിയാബുദ്ദീൻ എന്ന പാവപ്പെട്ടവൻ്റെ അവന് ബാത്റൂം പണിയാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കല്ലാണ്. ഇതുപോലെ ഗേറ്റിലേക്ക് അവർ കടത്താൻ അനുവദിക്കാതെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 2020-21 വർഷത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് കളത്തിൽ കുറ്റിപ്പാലക്കൽ പൈപ്പ് ലൈൻ തീരദോഷ റോഡിന് സൈഡ് ഭിത്തി കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ബോർഡാണ് ഇത്. 1 കിലോമീറ്റർ
അപ്പുറത്ത്, അതായത് പൈപ്പ് ലൈൻ റോഡിൽ ലിങ്ക് ആവുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ സ്കൂളിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. ഇത് ആരംഭിക്കേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. പക്ഷേ ഇത് ആരംഭിച്ചത് മലറിൻ്റെ പിൻവശത്തിൽ നിന്ന് പൈപ്പ് ലൈനിലേക്കാണ്. ഇതിൻ്റെ ഭാഗം ആ ഭാഗത്ത് നമുക്ക് പോയാൽ അത് കാണാവുന്നതാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഇതാണ് കുറ്റിപ്പാലക്കൽ കളത്തിൽ തീരദേശ റോഡ്. ഇത് യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടിയിരുന്നത് മെയിൻ റോഡ് മുതൽ, അതായത് കുറ്റിപ്പാലക്കൽ മുതൽ മലറ സ്കൂൾ കോമ്പൗണ്ട് വഴി ഈ പൈപ്പ് ലൈനിലേക്കാണ്. ഇത് നിർമ്മാണം ആരംഭിച്ചത് ഇവിടെ നിന്ന് പിറകുവശത്ത് നിന്ന് അങ്ങോട്ടാണ്. ഇതിന് ഏകദേശം 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് കഴിഞ്ഞു. ഇനിയൊരു 200 മീറ്ററോളം മണ്ണിട്ട് നികത്തിയാൽ ഈ റോഡിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകും. ഇത് ഇവിടെ നിർത്തിയിരിക്കുകയാണ്.